ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഈ സീസണിൽ കേരളത്തിന്റെ മഞ്ഞപ്പടയ്ക്ക് ഇനി ശേഷിക്കുന്നത് 5 മത്സരങ്ങൾ മാത്രം. അതിൽ ആദ്യത്തേത് മാർച്ച് 13-ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലബിനെതിരെ ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ഏപ്രിൽ 3-ന് ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരെ നടക്കുന്ന മത്സരം മാത്രമാണ് 2023-24 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്ന ഏക ഹോം മത്സരം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലബിനെതിരെ ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് 11-ൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്. ഈ സീസണിൽ 4ാം മഞ്ഞക്കാർഡ് കണ്ട ലെഫ്റ്റ് ബാക്ക് നവോച്ച സിംഗ് മോഹൻ ബഗാനെതിരെ ഇറങ്ങില്ല. ഇതുകൂടാതെ മറ്റ് ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാകും മഞ്ഞപ്പട ഹോം ഗ്രൗണ്ടിൽ കളിക്കാനിറങ്ങുക എന്നതാണ് സൂചന. ബാംഗ്ലൂരു FCക്ക് എതിരായ എവേ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ട ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തൻ വമ്പന്മാർക്ക് എതിരെ ഇറങ്ങാൻ ഒരുങ്ങുന്നത്. ബാംഗ്ലൂരു FCക്കെതിരെ സ്റ്റാർട്ടിംഗ് 11-ൽ കളിച്ച നിഹാൽ സുധീഷ്, ഡാനിഷ് ഫറൂഖ്, നവോച്ച സിംഗ് എന്നിവർ മോഹൻ ബഗാനെതിരെ മഞ്ഞപ്പടയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ നിന്ന് പുറത്താകാനാണ് സാധ്യത. ഗോൾ കീപ്പറായി കരൺജീത് സിംഗ് കളത്തിലെത്തും. റൈറ്റ് ബാക്കിൽ നവോച്ച സിംഗിന് പകരം പ്രബീർ ദാസ് സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം പിടിച്ചേക്കും. മധ്യനിരയിൽ ഡാനിഷ് ഫറൂഖിന് പകരം ജിക്സൺ സിംഗ് എത്തും. ആക്രമണത്തിൽ ദിമിത്രിയോസ് ഡയമന്റോക്കോസിനൊപ്പം രാഹുൽ KP ആയിരിക്കും സ്റ്റാർട്ടിംഗ് 11-ൽ പന്ത് തട്ടുക. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും മലയാളിയുമായ സഹൽ അബ്ദുൾ സമദ് മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയ ശേഷം അവർ കൊച്ചിയിൽ കളിക്കാനെത്തുന്നത് ഇതാദ്യമാണ്. സഹൽ അബ്ദുൾ സമദ് പഴയ തട്ടകത്തിൽ കളിക്കാനെത്തുന്ന മത്സരം എന്ന ആകർഷണവും ബ്ലാസ്റ്റേഴ്സ് ബഗാൻ പോരാട്ടത്തിനുണ്ട്. ISL 2023-24 സീസണിൽ 12 മത്സരങ്ങളിൽ മോഹൻ ബഗാൻ ജേഴ്സി അണിഞ്ഞ സഹൽ 1 ഗോൾ നേടുകയും 4 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. കൊൽക്കത്തൻ ഡെർബിയിൽ ഈസ്റ്റ് ബംഗാൾ ക്ലബിനെ 3-1-ന് കീഴടക്കിയ മോഹൻ ബഗാൻ ലീഗ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്നു. 17 മത്സരങ്ങളിൽ 36 പോയിന്റാണ് മോഹൻ ബഗാൻ ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 7 പോയിന്റ് ലീഡ് കൊൽക്കത്തൻ വമ്പന്മാർക്കുണ്ട്. സീസൺ അവസാനത്തോടെ ക്രൊയേഷ്യൻ പ്രതിരോധ താരം മാർക്കോ ലെസ്കോവിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും. 32 വയസ്സുള്ള ലെസ്കോവിച്ചിന് സമീപകാലത്തേറ്റ പരിക്കും ഫോം ഇല്ലായ്മയും കാരണം പ്രതിരോധ നിരയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. 7 മത്സരങ്ങളിൽ മാത്രമാണ് കളത്തിലിറങ്ങിയത്. സമ്മർ ട്രാൻസ്ഫറിൽ മറ്റൊരു വിദേശ താരത്തെ ടീമിൽ എത്തിക്കാനുള്ള നീക്കവും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്.